നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഒരു ദിവസത്തിനാണ് 24 മണിക്കൂറാണ് ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. ഈ 24 മണിക്കൂറിൽ 8 മണിക്കൂർ നമ്മൾ വരുമാനത്തിന് വേണ്ടിയുള്ള ജോലി ചെയ്യുക, 8 മണിക്കൂർ വിശ്രമിക്കുക, ഉറക്കത്തിനായി ചെലവിടുക, ബാക്കിയുള്ള 8 മണിക്കൂർ വിനോദ പരിപാടികളിൽ ഏർപ്പെടുക എന്നതാണ് അന്താരാഷ്ട്ര ലേബർ ലോ. ഇത് പ്രകാരമാണ് ലോകം മുഴുവനും സഞ്ചരിക്കുക. നമ്മൾ വരുമാനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നത് 8 മണിക്കൂറാണ്. 8 മണിക്കൂറിൽ കൂടുതൽ ഒരു സ്ഥാപനത്തിലും ജോലി ചെയ്യിക്കാൻ പാടില്ല. പിന്നീട് ഉറങ്ങാനുള്ള സമയമാണ്. 8 മണിക്കൂർ ആരോഗ്യപരമായ ജീവിതത്തിന് ഉറങ്ങണമെന്നുള്ളത് നിർബന്ധമാണ്. ബാക്കിയുള്ള 8 മണിക്കൂർ നമ്മളുടെ വിനോദ പരിപാടികൾ എന്ന് പറയുമ്പോൾ ശരീരത്തിനും മനസ്സിനും വിശ്രമവും ആനന്ദവും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ വേണ്ടി മാറ്റി വയ്ക്കണം. എന്നാൽ ഈ 3 കാര്യങ്ങളിലും ഉൾക്കൊള്ളാതെ നിൽക്കുകയും എന്നാൽ അതിൽ ഉൾപ്പെടുത്തുവാൻ പറ്റുകയും ചെയ്യുന്ന മറ്റൊരു സമയത്തിനെ പറ്റിയാണ് ഇന്നത്തെ സംസാര വിഷയം. ഈ 24 മണിക്കൂറിൽ എല്ലാവരും കടന്നു പോകുന്ന ഒരു സമയം, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സമയം, അതിനെ പറ്റിയാണ് ഇന്നത്തെ സംസാരം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ കാണുകയാണെങ്കിൽ പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ 24 മണിക്കൂർ സമയത്തിൽ 8 മണിക്കൂർ നമ്മൾക്ക് നിർബന്ധമായും വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലിയിൽ ഏർപ്പെടണം. ആ സമയം മറ്റുള്ള ജോലികൾക്കൊന്നും പോകാൻ നമ്മൾക്ക് അനുവാദം ഇല്ല. അതുപോലെ തന്നെയാണ് ഉറങ്ങുന്ന സമയവും. 8 മണിക്കൂർ ഉറങ്ങുന്ന സമയത്തിൽ അത് ഉറക്കം മാത്രമേ നടക്കുകയുള്ളൂ. വേറെ ഒരു കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള 8 മണിക്കൂർ സമയം വിശ്രമത്തിനും ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും മനസ്സിന് ആനന്ദം വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനും ആണ്. അത് നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ ചെയ്യണ്ട. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി എല്ലാവരും കടന്നു പോകുന്ന ഒരു സമയമുണ്ട് ഒരു ദിവസത്തിൽ. അതാണ് കാത്തിരിപ്പ് സമയം, വെയിറ്റിംഗ് ടൈം. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും, എന്ത് കാര്യത്തിന് പോയി കഴിഞ്ഞാലും നമ്മൾക്ക് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാത്തിരിക്കണം. ബസ് കാത്തിരിക്കുക, ട്രെയിൻ വരാൻ കാത്തിരിക്കുക, എയറോപ്ലെയിനിൽ കയറുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക, മരുന്ന് വാങ്ങിക്കുവാൻ കാത്തു നിൽക്കുക, ക്യൂവിൽ പോയി കാത്തു നിൽക്കുക, ഭക്ഷണശാലകളിൽ ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പുന്നത് വരെ കാത്തിരിക്കുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുക, ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ചീട്ടെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുക, ക്യൂവിൽ നിന്ന് കാത്തു നിൽക്കുക, ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഈ കാത്തിരിപ്പുകളൊന്നും നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ ഈ കാത്തിരിപ്പുകൾ സെക്കൻഡുകൾ മുതൽ മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെ നീളുന്നതും ആകും. ഈ കാത്തിരിപ്പിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ സമയം നമ്മൾക്ക് മറ്റൊരു കാര്യത്തിനും പോകുവാൻ സാധിക്കുന്നതല്ല. ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആൾക്ക് റെയിൽവേ സ്റ്റേഷൻ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. ആ ട്രെയിൻ വന്ന് അതിൽ കയറി പോവുകയാണ് അയാളുടെ ഉദ്ദേശം. അതിനാൽ തന്നെ ട്രെയിൻ 2 മണിക്കൂർ ലേറ്റ് ആണെങ്കിൽ തന്നെയും അത്രയും 2 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാത്തിരിക്കേണ്ടി വരുന്നു. ഈ കാത്തിരിപ്പ് സമയം ആലോചിച്ചു നോക്കൂ. 24 മണിക്കൂറിൽ ഒരാൾ എവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾക്കായി കാത്തു നിൽക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. ഈ സമയം എല്ലാം കൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ
നമ്മൾ നേരത്തെ പറഞ്ഞ 8 മണിക്കൂർ 8 × 3 24 ആ ഭാഗത്തിൽ ഒന്നും ഉൾപ്പെടുന്നതല്ല. എന്നാൽ ഈ കാത്തിരിപ്പിന് സമയത്തെ ഈ 3 കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മനുഷ്യരും ഉണ്ട്. ട്രെയിൻ വരാൻ കാത്തിരിക്കുന്ന സമയം ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്നവർ ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ പ്രചാരത്തിൽ ഇരിക്കുന്നതിനാൽ ജോലി സ്ഥലത്തേക്ക് തന്നെ പോയി ജോലി ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്തതിനാൽ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് കാത്തിരിക്കുന്ന സമയം അയാളുടെ ജോലി തുടർന്നുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ ചിലർ ഈ സമയം ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു. വളരെയധികം ജോലിയും തിരക്കുകളും കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന ഒരാൾ പ്ലെയിൻ കയറാൻ പോയിരിക്കുകയാണ്. 2-3 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അവിടെ ഇരുന്ന് ഉറക്കം നടത്തുന്നു. അപ്പോൾ ഉറങ്ങുന്ന സമയം 8 മണിക്കൂർ സമയത്തിൽ ഈ സമയം ഉറങ്ങാൻ വേണ്ടി എടുക്കുന്നു. ചിലരൊക്കെ പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തും ഉറങ്ങാറുണ്ട്. വളരെ അധികം മണിക്കൂറുകൾ ദൂരമുള്ള യാത്രയാണെങ്കിൽ ആ യാത്രാ സമയത്ത് ഉറങ്ങാൻ വേണ്ടി എടുക്കുന്നു. ചിലരാകട്ടെ ഈ സമയം വെയിറ്റിംഗ് ടൈം, കാത്തിരിക്കുന്ന സമയം വിനോദ പരിപാടികൾക്കായി ഉപയോഗിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഫോണ്, സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ കാത്തിരിക്കുന്ന സമയം അത് ബോറിംഗ് ആയിട്ടുള്ള സമയമായി മാറുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കാത്തിരിപ്പ് എന്ന് പറയുന്ന സമയം നമ്മൾക്ക് നേരത്തെ പറഞ്ഞ 8 × 3 സമയത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. എന്നാൽ അതൊന്നും ആ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നത് കാര്യം അല്ല. ഈ 8 മണിക്കൂർ വീതമുള്ള സമയത്തിൽ നിർബന്ധമായും ഉൾപ്പെടുന്ന സംഗതിയല്ല. വേണമെങ്കിൽ ഉൾപ്പെടുത്താം, വേണ്ടെങ്കിൽ ഉൾപ്പെടുത്തണ്ട. അങ്ങനെയുള്ള സമയമാണ് കാത്തിരിപ്പ് കാലം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു കാത്തിരിപ്പിന് പോയതല്ല, ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പോയതാണ്. മെഡിക്കൽ സ്റ്റോറിൽ എൻ്റെ മരുന്ന് വാങ്ങിക്കഴിഞ്ഞ് ഞാൻ ബസ് കാത്തിരുന്നു. ബസ് വന്നു കഴിഞ്ഞെങ്കിലേ എനിക്ക് ബസ്സിൽ കയറി തിരികെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൻ്റെ മുൻവശം അവിടെ ഒരു സ്റ്റൂള് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയാണ്. ഞാൻ സാധാരണ ആ സ്റ്റൂളിൽ ഇരുന്ന് എൻ്റെ ബസ് വരുന്ന സമയം വരെ അവിടെ കാത്തിരിക്കുകയാണ് പതിവ്. എൻ്റെ കാത്തിരിപ്പ് സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നത് പരിസരം നിരീക്ഷിക്കുകയാണ്. അതെനിക്ക് വളരെ ആനന്ദം തരുന്ന കാര്യമാണ്. ഞാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. വെറുതെ നോക്കിയിരിക്കും പരിസരങ്ങളിലേക്ക്. അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിരിക്കും. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ മരുന്ന് വാങ്ങി ഞാൻ ബസ് കാത്ത് ഇരിക്കുന്ന സമയം ഞാൻ ശ്രദ്ധിച്ച കൗതുകകരമായ ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കേരളത്തിലെ കാര്യം പറയുന്നത് എന്ത് കറക്റ്റാണ്, എന്ത് സത്യമായ കാര്യമാണ് കേരളത്തെ പറ്റി പറയുക. കേരളം ഒരു വൃദ്ധസദനം ആണ്. വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളം. അത് ഏറെക്കുറെ ശരിയാണ് എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവിടെ മരുന്ന് വാങ്ങാൻ എന്തുമാത്രം വൃദ്ധജനങ്ങളാണ് വരുന്നത്. വൃദ്ധജനങ്ങൾ എന്ന് പറയുമ്പോൾ 60 വയസ്സ് സീനിയർ സിറ്റിസൺ എന്ന് നമ്മുടെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ 60 വയസ്സ് വൃദ്ധന്മാരുടെ വയസ്സല്ല. വൃദ്ധന്മാർ എന്ന് പറയുമ്പോൾ ഒരു 80 വയസ്സ് കഴിഞ്ഞ് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ അവിടെ കണ്ടവരെല്ലാം ഒരുവിധം 80 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. അവരുടെ മരുന്ന് വാങ്ങാൻ വന്നതാണ്. വരുന്നവരെല്ലാം തനിയെയാണ് വരുന്നത്. നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരും, ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നവരും, കാറിൽ വന്ന് ഇറങ്ങുന്നവരും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന്, കാറിൽ നിന്നും ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി
നടക്കാൻ മേലാത്തവർ പതുക്കെ പതുക്കെ നടന്ന് വന്ന് ഈ മെഡിക്കൽ സ്റ്റോറിലേക്ക് കയറി വരുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. ജീവൻ രക്ഷാ മരുന്നുകൾ ധാരാളമായി ഇപ്പോൾ ഉള്ളതുകൊണ്ടാകും നമ്മളുടെ ജീവൻ ഇതുപോലെ നിലനിന്ന് പോകുന്നത്. കൂടുതലായി നമ്മൾക്ക് ജീവിക്കാനുള്ള സമയം കിട്ടുന്നത്. ഇതിനോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ജീവൻ രക്ഷാ മരുന്നുകൾ അതാത് സമയത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന, തുടർച്ചയായി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന, ജോലി സമയം ഇല്ലാതെ രാവിലെ മുതൽ രാത്രി വരെയും തുടർച്ചയായി ജീവൻ രക്ഷാ മരുന്നുകൾ ഈ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന യുവജനങ്ങളായ യുവാക്കൾ അവിടെ ജോലി ചെയ്യുന്നവരെ പ്രത്യേകം സ്മരിക്കുന്നു. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.